എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത രണ്ട് സിനിമകളുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെയും ആവേശം എന്ന സിനിമയുടെയും 4 ദിവസം ഫിക്സ്ഡ് ആയിട്ടുള്ള കേരള കളക്ഷൻ, ഇന്ത്യൻ കളക്ഷൻ, വിദേശ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ എന്നീ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കഴിഞ്ഞ വ്യാഴാഴ്ച വിഷു ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാള സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. തിയേറ്ററുകളിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോൾ ചിത്രം 4 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 4 ദിവസത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷൻ, ഇന്ത്യൻ കളക്ഷൻ, വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷനിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 4 ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഒരു വിഷുദിനമായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 3,37,00,000 രൂപയാണ് 4 ദിവസമായ വിഷുദിനത്തിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 4 ദിവസം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 12,22,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 4 ദിവസം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 13,70,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ കേരള ബോക്സ് ഓഫീസിനേക്കാളും ഇന്ത്യൻ ബോക്സ് ഓഫീസിനേക്കാളും മികച്ചൊരു കളക്ഷനാണ് ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം ചിത്രം 4 ദിവസം കൊണ്ട് 24,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 4 പ്രധാനപ്പെട്ട ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം ലോകമെമ്പാടും 4 ദിവസം കൊണ്ട് 38 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇന്നും ചിത്രത്തിന് ഗംഭീരമായിട്ടൊരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 5 ദിവസമായ തിങ്കളാഴ്ചയും ചിത്രത്തിന് 1.5 കോടിക്ക് മുകളിൽ രൂപ ചിത്രത്തിന്റെ കേരള പ്രീസ്റ്റ് കളക്ഷൻ വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തി വിഷു ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. വിഷു ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായം നേടിയ സിനിമയും ഏറ്റവും മികച്ച കളക്ഷൻ എടുത്ത സിനിമയുമായി ഇതിനോടകം തന്നെ ആവേശം മാറിയിരിക്കുകയാണ്. ആവേശം എന്ന സിനിമയുടെയും 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷൻ, ഇന്ത്യൻ കളക്ഷൻ, വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 ദിവസമായ ഇന്നലെ വിഷുദിനത്തിൽ ചിത്രം 3,95,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആവേശം എന്ന സിനിമ 14,25,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 4 ദിവസം കൊണ്ട് 17,50,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഓവർസീസ് വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ ചിത്രം നേടിയിരിക്കുന്നത് 25 കോടിക്ക് മുകളിൽ രൂപയാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് ആവേശം എന്ന സിനിമ ലോകമെമ്പാടും നിന്നും 43 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ചിത്രത്തിന് ഗംഭീരമായിട്ടൊരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും ഇന്നത്തോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി കിടക്കുന്ന ആവേശം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇതേപോലുള്ള സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.